കേറി വാ. എന്നതാ ചോദിച്ചായ? നീ ഇരിക്കേ. നീ ഇരിക്കട കുഞ്ഞോനെ. നിനക്ക് മനസ്സിലായില്ലേ ലൂയിപ്പാപ്പനെ മോളിയൻ്റെയും കട്ടപ്പനയുള്ള? ഇച്ചായ എന്നതാ പ്രശ്നം എന്ന് പറ. നീ ഇരിക്കേ. അമ്മച്ചിയും ജെൻസി മോളും എവിടെ? നീ എന്നതാടാ പന്ന കണ്ട പെരിച്ചാഴിയെ കൂട്ടി നിൽക്കുന്നേ? നീ ഇരിയുടെ കുഞ്ഞോനെ. നീ ഇന്ന് വരുമെന്ന് സാറാമ്മച്ചി പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. കുട്ടമ്പുഴയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മോളിയുടെ ഒരു ആങ്ങൾ അവിടെ ഇല്ലേടി? ഇച്ചായ അവളെ വിളിക്കട്ടെ. വിളിച്ചോ. ഇനി പോരെ, ആളെത്തിയിട്ടുണ്ട്. മതി മതി നിന്റെ ആക്ടിങ്. അവന് ചായ വിട. വാ. ചായ എടുക്കടാ. കുഞ്ഞാനെ, നിനക്ക് കാര്യം എന്നാന്ന് പിടികിട്ടിയോ? ആരും ചിരിക്കല്ലേ, എന്റെ ചാനിപ്പോ നാണം കൊണ്ടങ്ങ് ഇല്ലാണ്ടാവും. വെച്ചിട്ട് കൂടി എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കളിയാക്കാതെ. ഞങ്ങളെ നിങ്ങളെ രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കട്ടാ, നമ്മുടെ അപ്പന്മാർ ആഗ്രഹിച്ചതല്ലേ. പിന്നെ നീ എന്നാത്തിനാടാ ഇവിടെ അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയേ? എന്നെ പൊന്നമ്മച്ചി, അതങ്ങ് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെങ്ങാനും നടന്നിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ ഞാൻ. എനിക്ക് എന്റെ കുഞ്ഞോനെ മതി. അല്ലെങ്കിൽ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇതുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. മനസ്സിന്റെ ചേർച്ചയല്ലേ വലുത്, ഇല്ലേ ചായ? ചിരിക്കണ്ട. എന്നാ പിന്നെ ആഹാരം കഴിച്ചാലോ? കുഞ്ഞോൻ വരുന്ന വഴിയല്ലേ, വിശക്കുണ്ടാവും. അയ്യോ, അത് പറഞ്ഞ എങ്ങനെയാ? ചെറുക്കനും പെണ്ണിനും പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണ്ടായോ? വാ ജോസേട്ടാ. വാന്നേ. നീ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോന്നെ? കൈ വിട്, കാര്യം പറ. നീ കൈ വിട്. നീ എന്നായി കാണിക്കുന്നേ? എന്റെ പൊന്നു നൻസി, എന്നാ ബോറ് പരിപാടി നീ കാണിച്ചേ? എന്റെ തൊലി അങ്ങ് ഒരിഞ്ഞു പോയി. ആ സാരമില്ല, ആ തൊലി നമുക്ക് അങ്ങ് വെച്ചുപിടിപ്പിച്ചേക്കാം. ഇതൊക്കെ സാർ അങ്ങ് സഹിച്ചാ മതി. കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതൊക്കെ. നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയാറുന്നില്ല നാൻസി? ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്രയ്ക്ക് പോരായോ? പിന്നല്ലാണ്ട് ഞാനൊന്ന് ചമ്മി നാണം കിട്ടും. എന്നാലേ ആ ഒരു ചമ്മല് മാറ്റാൻ ഞാനൊരു ഊട്ടം തന്നാലോ? എന്നതാ?